ഇംഗ്ലീഷ് മാസ്റ്റർ 2024 എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് ഡിസ്ക്രൈബിംഗ് പീപ്പിളിൻ്റെ 4ാമത്തെ ക്ലാസ്സാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ അതിൽ ഏതൊക്കെയാണ് വരുന്നതും എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. സോ അപ്പോൾ നമുക്ക് ഒട്ടും ലേറ്റ് ആകാതെ വേഗം തന്നെ ക്ലാസ്സിലേക്ക് പോവാം. ഓക്കെ, നമുക്കപ്പോൾ നോക്കാം. ഹൗ ഈസ് ദ ഡ്രസ്സിങ്? അവരുടെ വസ്ത്രണ രീതി എങ്ങനെ? Lal is always dressed in his uniform. He is a brave military officer. ലാൽ എല്ലായ്പ്പോഴും അയാളുടെ യൂണിഫോം ഡ്രസ്സിലാണ്. അപ്പോൾ ധീരനായ ഒരു മിലിറ്ററി ഓഫീസറാണ്. മഹേഷ് ഈസ് എ നൈസ് ലുക്കിംഗ് ബോയ് ഇൻ എ സ്കൈ ബ്ലൂ ഷർട്ട്. ഇസൻറ്റ് മഹേഷ് ആകാശ നീല ഷർട്ടിൽ കാണാൻ ഭംഗിയുള്ള ആൺകുട്ടിയാണ് അല്ലേ? ഹി ഓൾവേസ് വെയർ ബ്ലാക്ക് പാൻറ്. അവൻ പലപ്പോഴും കറുത്ത പാൻ്റാണ് ധരിക്കുന്നത്. ജയൻ ഈസ് ഓൾവേസ് ഫ്രണ്ട്ലി. ജയൻ എല്ലായ്പ്പോഴും സൗഹൃദമുള്ളവനാണ്. വിനു ഹെയർ ഈസ് ക്ലോസ് ചോപ്ഡ്. ഹി ഹാസ് ഡീപ്പ് സെറ്റ് ഐസ്. വേണുവിൻ്റെ മുടി പച്ച വെട്ടിയതാണ്. അവൻ കുഴിഞ്ഞ കണ്ണുകളാണുള്ളത്. ആർ ദേ ചാർമിങ്? അവർ ആകർഷണീയരാണോ? ഷീ ഹാസ് എ ചാർമിങ് മാനർ. എവ്രിവൺ ലൈക്സ് ഹർ. അവൾക്ക് ആകർഷണീയമായ പെരുമാറ്റമാണുള്ളത്. എല്ലാവരും അവളെ ഇഷ്ടപ്പെടുന്നു. ഹി ഹാസ് ഗുഡ് ലുക്കിംഗ് പേഴ്സണാലിറ്റി. അയാൾക്ക് മനോഹരമായ വ്യക്തിത്വം ഉള്ളത്. ജോൺ ഈസ് ടെൻഡർ ഹാർട്ടഡ്. ജോൺ മൃദുല ഹൃദയനാണ്, ഒരു മനുഷ്യനാണ്. His pleasant face attracts everyone. അയാളുടെ സന്തോഷമുള്ള മുഖം ഏവരെയും ആകർഷിക്കുന്നു. രശ്മി ഈസ് വെരി അട്രാക്റ്റീവ്. ഷീ ഈസ് എ പ്രിറ്റി ഗേൾ. രശ്മി വളരെ ആകർഷകതമുള്ളവളാണ്. അവൾ ഒരു മനോഹരിയായ പെൺകുട്ടിയാണ്. ഷീ ഈസ് എഫിഷ്യൻറ്റ്. അവൾ കാര്യശേഷിയുള്ളവളാണ്. ഷീല ഈസ് ഗോയിങ് ടു മാരി ഷോർട്ട്ലി. ഷീല അടുത്തിടെ വിവാഹിതയാകാൻ പോകുന്നു. ഷീ ഈസ് വെരി എഫിഷ്യൻറ്റ്. അവൾ വളരെ കാര്യശേഷിയുള്ളവളാണ്. ഹർ വുഡ് ബി ഈസ് എ മാൻ ഓഫ് determining haven't a stern face. അവളുടെ ഭാവി വരൻ ആകർഷമായ മുഖഭാവമുള്ള ദൃഢനിശ്ചയ സ്വഭാവമുള്ള ആളാണ്. ഈസ് എ മാൻ ഓഫ് സെൽഫ് റെസ്പെക്റ്റ്. അയാൾ ആത്മാഭിമാനമുള്ള ആളാണ്. അപ്പോൾ ഇതാണ് നമ്മൾ നോക്കിയ ഡിസ്ക്രൈബിങ് പീപ്പിളിൻ്റെ 4ാമത്തെ ക്ലാസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. ഓക്കെ, സോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ക്ലാസ് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ക്ലാസ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ എൻ്റെ സോഷ്യൽ മീഡിയ കൂടി ഒന്ന് ഫോളോ ചെയ്യാം. അതിലും ഞാൻ ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ക്ലാസ് ചാനൽ പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്ന ക്ലാസ് വന്നിട്ട് ഡിസ്ക്രൈബിംഗ് പീപ്പിളിൻ്റെ 4ാമത്തെ ക്ലാസ്സാണ്. സോ ഇതിന് മുമ്പത്തെ ക്ലാസ് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. സോ അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടിട്ട് ഇത് കാണുന്നതായിരിക്കും നല്ലത്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കുറേ കൂടി കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റത്തുള്ളൂ. സോ
സോ അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എൻ്റെ തൊട്ടടുത്ത് ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചർ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. സോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ അടുത്ത ക്ലാസ്സായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.